നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലതു ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴിയെന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നടക്കരുതേ, തരികിടയൊന്നും ചെയ്യരുതേ. നന്മ നിറഞ്ഞ കഥകളുടെ കലവറ, ഹൃദയഹാരിയായ പ്രകടനങ്ങളുടെ വേദി. ജീസസ് കിഡ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഓരോ നന്മയുടെ കഥകളും നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു സുവിശേഷ പ്രഘോഷണമാണ്. ഇന്ന് നമുക്ക് ചുറ്റും പറക്കുന്ന കഥകൾ നന്മയുടേതല്ലെങ്കിൽ അതും ഒരു ദ്രോഹമാണ്. ഇതാ ഇവിടെ കഥകളുടെ ലോകത്തിലേക്ക് ഒരു യാത്ര. അവിടുത്തെ കഥകളും കാഴ്ചകളും കാണാൻ കൊതിയാകുന്നു. ഓക്കെ, നമുക്ക് കാട്ടിലേക്ക് യാത്രയാകാം. കാട്ടിലെ കൂട്ടുകാർ. ഈശ്വര, ഞാൻ എവിടുന്ന് പണമുണ്ടാക്കും? എങ്ങനെ വീട്ടിലേക്ക് അരിയും സാധനങ്ങളും വാങ്ങും? റേഷൻ കടയിലാണെങ്കിൽ ഒന്നുമില്ല. ആ, സുഖമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വീട് നോക്കണ്ടേ, മക്കളെ നോക്കണ്ടേ? ദൈവമേ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. ആരോടും വായ്പ ചോദിക്കാനും കഴിയില്ല. എത്ര പേർക്കാ കടം കൊടുക്കാനുള്ളത്? എന്ത് ചെയ്യാനാ? ദൈവമേ, രക്ഷിക്കണേ. ഇതാരാണിത്? ഓഹോ, പപ്പിച്ചേട്ടനല്ലേ ഇത്? ഏയ് പപ്പിച്ചേട്ടോ, പപ്പിച്ചേട്ടോ. എന്താ ചേട്ടാ? ആരാ? ഓ, ഗംഭീറോ. ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ, എന്ത് പറ്റി? എന്ത് പറയാനാ മോനെ, വേലയും കൂലിയും ഇല്ല, പട്ടിണിയാ വീട്ടിലെന്നും. മുടിഞ്ഞു. ചേട്ടാ, ചേട്ടന് എന്താ പറ്റിയത്? ഞാൻ സുഖമില്ലാതെ കിടപ്പായിരുന്നേ. ശരീരം ഇളകി ഒരു പണിയെടുക്കാൻ കഴിയില്ല. ഓഹോ. അതെ മോനെ, ഇനി എന്ത് ചെയ്യും? ആർക്കറിയാം? ഇനിയിപ്പോ എന്താണ് ഒരു വഴി? ആട്ടെ, ചേട്ടന് സൈക്കിൾ ഓടിക്കാൻ അറിയൂ? ഓ, അതുകൊണ്ട് എന്ത് കാര്യ? അതൊക്കെ ഉണ്ടെന്നേ. സൈക്കിൾ ഓടിക്കാൻ അറിയൂ? സൈക്കിളൊക്കെ ഓടിക്കാൻ എനിക്കറിയാം. എങ്കിലേ പണി നമുക്ക് കണ്ടുപിടിക്കാന്ന്. സൈക്കിള് കൊണ്ട് എന്ത് പണി? അതൊക്കെ ഉണ്ട്. ചേട്ടൻ എഴുന്നേറ്റ് വാ, ഇങ്ങോട്ട് എഴുന്നേൽക്കുന്ന. മോൻ കാര്യം പറഞ്ഞില്ല കേട്ടോ. നമുക്ക് സൈക്കിളിലെ ലോട്ടറി വിൽപ്പന നടത്താം. എന്താ? അത് ശരിയാവോ? ശരിയാകും. അതാകുമ്പോ അധികം അധ്വാനമില്ലാതെ ചെലവിനുള്ള പണവും കിട്ടും. അതിന് ലോട്ടറി എടുക്കാൻ പണം വേണ്ടേ? അതൊന്നും ചേട്ടൻ അറിയണ്ടെന്ന്. ലോട്ടറി എടുക്കാനുള്ള പണമൊക്കെ ഞാൻ തരാം. അത് പിന്നെ ഞാൻ കുറെ പണം ഓരോരുത്തർക്ക് കൊടുക്കാനുണ്ടെന്നേ. സാരില്ല, ലോട്ടറി വിറ്റ് കുറേശ്ശെ തിരിച്ചു തന്നാ മതി. ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ചേട്ടാ, മറ്റുള്ളവരെ സഹായിക്കുക, അതായിരിക്കണം ഓരോരുത്തരുടെയും കർമ്മം. ആ കർമ്മത്തിന്റെ ഫലം അറിയാതെ നമുക്ക് ലഭിക്കും. പിടി. ചേട്ടൻ വീട്ടിൽ വന്ന സൈക്കിൾ ഞാൻ തരാം. ടൗണിൽ പോയി ടിക്കറ്റ് എടുത്താലേ നാളെ തന്നെ പണി തുടങ്ങാം. ശരി മോനെ, ഞാൻ നാളെ തന്നെ ടിക്കറ്റ് വിൽപ്പന തുടങ്ങാം. എനിക്ക് ഓഫീസിലെത്താൻ നേരം വൈകും. ഞാൻ പൊക്കോട്ടെ. ഈശ്വര, ദൈവമായിട്ടാ ഈ ഒരു വഴി കാണിച്ചു തന്നത്. 40 ലക്ഷം മാരുതിക്കാർ ലോട്ടറി നാളെയാണ് നറുക്കെടുപ്പ്. വരുവിൻ വാങ്ങുവിൻ. 40 ലക്ഷം മാരുതിക്കാർ നാളെയാണ് ലോട്ടറി നറുക്കെടുപ്പ്. ജീവിതം
40 ലക്ഷം മാരുതിക്കാർ നാളെയാണ് 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 നറുക്കെടുപ്പ്. ആരെയും കാണുന്നില്ലല്ലോ. ഈ ജീവിതം ഒരു ഭാരം എന്തെന്ത് ഭാരം. നാളെയാണ് 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 നറുക്കെടുപ്പ്. 40 ലക്ഷം മാരുതിക്കാർ വരുവിൻ വരുവിൻ എടുക്കുവിൻ എടുക്കുവിൻ. നല്ല ലാഭമുള്ള സംഭവമാണ്. പുതിയ പരിപാടിയൊക്കെ ആയിട്ട് മക്കളെ ലോട്ടറി എടുക്കുന്നേ. ലോട്ടറിയോ? ഇവിടെ ഫുഡ് അടിക്കാൻ കാശില്ല. അപ്പോഴാ അല്ലേലും ഇതൊന്നും അടിക്കില്ലെന്നേ. അയ്യോ മക്കളെ വയറ്റിപ്പഴപ്പാ. ഒരു ടിക്കറ്റ് എടുക്കുന്നേ. വേറെ പണിയൊന്നുമില്ല ചേട്ടാ. ഇത് ഞങ്ങളുടെ അടുത്ത് നടക്കില്ല ചേട്ടാ. വേറെ ആളെ നോക്ക്. സ്ഥലങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്ക്. പോയേ പോയേ പോയേ. മാരുതികാർ 40 ലക്ഷം. മാരുതികാരേ. ഓരോ തട്ടിപ്പേ. ഇതൊന്നും അടിക്കില്ലെന്നേ. അതന്നെ മോട്ടു. വെറുതെ പണം പോകുന്നത് മിച്ചം. ആർക്കെങ്കിലും ഇത്രയും കാലത്തിനിടയ്ക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടോ? ചേട്ടന് ശരീരം ഇളക്കാണ്ട് പണം ഉണ്ടാക്കാനുള്ള പരിപാടി അല്ലാണ്ട് എന്താ? അത് ശരിയാ. അതെ ഞാൻ പൊക്കോട്ടെ. പോയിട്ട് അല്പം പണിയുണ്ട്. നിനക്ക് എന്ത് പണി? അത് പിന്നെ മനസ്സിലായി. ഫുഡിങ്സ് ആൻഡ് ടച്ചിങ്സ്. ശാപ്പടടിക്കാൻ പിന്നെ പോലെ. കുശലായിട്ടൊരു ഭക്ഷണം പിന്നെ അല്പം ഉറക്കം. ശരി ശരി നിന്നെയൊക്കെ ഒരു ടൈമേ. ചാടല്ലേ ചാടല്ലേ. നിങ്ങളെ ഓരോരുത്തരും ഭാഗ്യവതിയും ഭാഗ്യവാന്മാരുമാക്കുന്ന നാളെയാണ് നാളെയാണ് ഈ നറുക്കെടുപ്പ്. വരുവിൻ വാങ്ങുവിൻ. ഇനി ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കാതെ നിങ്ങൾ വരുവിൻ വരുവിൻ വാങ്ങുവിൻ. 40 ലക്ഷവും മാരുതിക്കാറും. നാളെയാണ് 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 നറുക്കെടുപ്പ്. നാളെയാണ് നറുക്കെടുപ്പ്. എങ്ങനെയുണ്ട് കച്ചവടൊക്കെ? എന്ത് പറയാനാ മോനെ, ആരും ടിക്കറ്റ് വാങ്ങുന്നില്ല. ഇതൊക്കെ ശരിയാകുന്നേ. 2 ദിവസമായുള്ളൂ. അതെ അതെ അതെ. എത്ര ടിക്കറ്റാ ബാക്കി വരുന്നത്? ഇതൊക്കെ എങ്ങനെ റെഡിയാകുന്നേ? ചേട്ടാ ചേട്ടന് ബാക്കിയുണ്ടെങ്കിൽ ചേട്ടൻ വിറ്റ ടിക്കറ്റിന് സമ്മാനം അടിക്കുന്നേ. അതെ അതെ. ഓ എനിക്കോ? അടിച്ചത് തന്നെ. ഞാൻ ഭാഗ്യം കെട്ടവനാ. അതൊന്നും സംഭവിക്കില്ലെന്നേ. അതൊക്കെ ചേട്ടന്റെ തോന്നലാന്ന്. ഭാഗ്യവും നിർഭാഗ്യവും നിശ്ചയിക്കുന്നത് നമ്മളല്ല, നമ്മളെ ഭൂമിയിലേക്ക് അയച്ച നല്ലവനായ ദൈവപുത്രനാ. അതെ ചേട്ടനൊരു ടിക്കറ്റ് ഇങ്ങ് തന്നെ. ശരി ഇതാ പിടിച്ചേ. ഐശ്വര്യായിട്ട് ടിക്കറ്റ് കട്ടെ. വലിയ ഉപകാരം. നോക്കണല്ലോ അടിക്കും. നല്ല നമ്പർ. ചേട്ടാ ബാക്കിയുണ്ടോന്ന് നോക്കാലോ. ഒരു ടിക്കറ്റ് എനിക്ക് തന്നേര്. നല്ല മക്കൾ. ഇതാ ഇതാ പുണ്യം കിട്ടട്ടെ. അപ്പൊ ശരി മക്കളെ, ഞാൻ പോട്ടെ. റിസൾട്ട് അറിയാൻ സമയമായി. ശരി ചേട്ടാ. ഭാഗ്യമുണ്ടെങ്കിലേ ചേട്ടന്റെ ടിക്കറ്റിന് നാളെ സമ്മാനം അടിക്കും. മോന്റെ നാവ് പൊന്നാവട്ടെ. ആയിക്കോട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കും. പോട്ടെ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാൻ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ. ഗംഭീരടാ ഗംഭീരടാ. എന്താണ് പീലി? വളരെ സന്തോഷത്തിലാണല്ലോ. പിന്നില്ലാതെ. കാര്യം പറ. രക്ഷപ്പെട്ടു. ആര് രക്ഷപ്പെട്ടു എന്നാ പറയണേ? നമ്മുടെ പപ്പിച്ചേട്ടനെ രക്ഷപ്പെട്ടു. മനസ്സിലായില്ലേ? മനസ്സിലായി മനസ്സിലായി. നിന്റെ സന്തോഷം കണ്ടപ്പോ മനസ്സിലായി. എങ്കി പറ എന്താ മനസ്സിലായി? പപ്പിച്ചേട്ടൻ വിറ്റ ലോട്ടറിക്ക് സമ്മാനം അടിച്ചു. ഇതല്ലേ കാര്യം? ഇത് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ? അങ്ങനെയല്ല, അതാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. ബാക്കി വന്ന ടിക്കറ്റില് പപ്പിച്ചേട്ടന് 1 സമ്മാനം അടിച്ചു. ദൈവമേ അങ്ങേക്ക് സ്തുതി. അതെ, ആ ചേട്ടന്റെ ഭാഗ്യം. ദൈവം പപ്പിച്ചേട്ടന്റെ കൂടെയാ. അതെ പീലി, ദൈവം എപ്പോഴും ആപത്തിൽ പെടുന്നവന്റെ കൂടെയാ. അവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനൊന്നോ ഇല്ല. സത്യം, അത് തന്നെ. പപ്പിച്ചേട്ടന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് ലോട്ടറിയുടെ രൂപത്തിലാ. അതുപോലെ നമ്മൾ ഓരോരുത്തരുടെ കൂടെയും ദൈവമുണ്ട്. അത് നമ്മൾ അറിയാതെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്തുന്നു.
അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവദാസന്മാരായി നമുക്ക് മാറാം. സൂപ്പർ സ്റ്റോറി. ഇങ്ങനെ തന്നെ എന്റെ ഗ്രാൻഡ്മ എനിക്ക് പണ്ട് കഥ പറഞ്ഞു തരാറുള്ളത്. അതെ, കഥ മാത്രം പോരല്ലോ, ഇനി നമുക്ക് കലോത്സവ വേദിയിലേക്ക് പോകാം. നമ്മുടെ കൂട്ടുകാരുടെ കലാപരിപാടികൾ കണ്ട് കൈയടിക്കാം, വേണമെങ്കിൽ കൂവാം. ചുമ്മാ ദിരിബിലിൻ, ഒരു ഡിസിപ്ലിൻ വേണ്ടേ? നമുക്ക് കാണാം. ചെറുപുഷ്പ മിഷൻ ലീഗ് സംസ്ഥാന കലോത്സവം. വർഷകാലം
ചൊൽവാൻ മനുഷ്യ ജാതിക്ക് പേടുന്നു പലെല്ലാം അത് സിന്നു കണ്ടാൽ തീരും മതുപോരും രാജാക്കൾ വാഴും കോയിൽ എന്നെല്ലാം നന്നായി കണ്ടോരാത്മം തി 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 തി. ആനന്ദം വാരുമാറുമാലാകമാർ തിത്തേതര ആകാശേ നിന്നിങ്ങു ലോകം ചേർന്നു തേ തിത്തേ തിത്തേകതയത്തെ ആചാര ജഡര മടക്കും പോലെ തിത്തേതര ആരോടും ചൊല്ലാതെ വാനിൽ നോക്കി തേ തിത്തേ തിത്തേകതയത്തെ ആരോ ഇരിയോനെ സ്തുതി ചെയ്തവൻ തിത്തേതര ആരോടും ചൊല്ലാതെ വാനിൽ നോക്കി തേ തിത്തേ തിത്തേകതയത്തെ കീർത്തിച്ചു വഴി പോലറിയിച്ചാരെ തിത്തേതര കൃത്യമിതെല്ലാവർക്കും വേണമെന്ന് തേ തിത്തേ തിത്തേകതയത്തെ പെട്ടോരു മുനിവരൻ തന്നെ കണ്ട് തിത്തേതര കുമ്പിട്ടു നിന്നവ കേട്ടും നീക്കി തേ തിത്തേ തിത്തേകതയത്തെ കൊണ്ടു നടക്കുന്ന നേരം പലരും തിത്തേതര കോയിക്കലോണ്ടതു കാൺമാനിതെന്നും തിത്തേതര കോണ്ടേ കുല ജീവ നിന്നും ശീല തിത്തേതര കോണ്ടേ വിലങ്ങിട തേടുവാനെന്നും തിത്തേതര തല്ലി മുറിച്ചു തച്ചിടുവാനെന്നും തിത്തേതര താമസമില്ലിപ്പോൾ അറിയാമിന്നും തിത്തേതര പോരുമി ചോരന്റെ പണികളൊന്നും തിത്തേതര പോരുവിനെന്തോ മൂക്കിതിലെന്നും തിത്തേതര കൊല്ലാതെ കൊണ്ടുപോയി കളവാനിതെന്നും തിത്തേതര അങ്ങനെ മാനുഷ്യ പേശുന്നേരം തിത്തേതര സന്തോഷമായൊരു മാമോദിസയും തിത്തേതര മൂവരും ഒരുമയ ലോത്തുകൂടി തിത്തേതര മൂടലൊഴിഞ്ഞവ മാർഗമെടുത്തു തേ തിത്തേ തിത്തേകതയത്തെ. മൃഗുണമുടയവനരുളാൽ വാനവർ വൈമയോടെത്തിയ അഞ്ഞുടനെ ഇത് തിത്തേ മർദ്ദല നിറികെടും അതിനൊരു തേരതിൽ മംഗലമായവർ പുകിച്ച് ഇത് തിത്തേ കൈക്കൊണ്ടവരൊരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവർ ചിന്നമലയ്ക്ക് ഇത് തിത്തേ കരുണയോടി ഇതുവഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മനസ്സിതു പരിചയ ഇത് തിത്തേ നലമട പലവ കിന്നരമഴകൾ നന്ദനിയും കുഴൽ പലതരമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തീത്തെ നന്മ വരുമ്പക പലപടിയർച്ചതി വന്നായി മൽക്കൾ പുലമ്പീതെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തീത്തെ ഉടമ്പിൽ നിന്നു ഈരടുത്ത ആകാശേ ഉരവനിരിപ്പിടം പുകിച്ച് ഇത് തിത്തേ വച്ച് ധനവനും മക്കളും എന്തിനു മരളു വഴിപ്പ് നടപ്പവരെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തീത്തെ വൻവടിയടിയെ പെരുവിനെ തിരുമോട് തേടി പുലരാമി തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തീത്തെ തിത്ത തകത തികതത്താം തികത തകത തികതത്താം കര തിത്തത്താം കര തിന്തത്താം കര തിത്തി തത്താ തിത്താത മൃതത്തേ. വന്നാലും നിന്നാലും കേട്ടാലും ചേട്ടന്മാരെ ചേച്ചിമാരെ കുട്ടികളെ കൂട്ടുകാരെ നാടോടി പാട്ടുപാടി വന്നേ ഞാൻ യേശുവിൻ കഥകൾ ചൊല്ലാൻ വന്നേ. അന്ധനും ബധിരനും മുടന്തുള്ളവനും കൈയും കാലും തളർന്നവനും കുഷ്ഠരോഗിയും യേശുവിൻ വചനം കേട്ടിടുകിൽ മാറാത്ത രോഗവും മാറിപ്പോകുമേ. പാവമ പെണ്ണിന് രക്തസ്രാവം തീരാത്ത രോഗവും ദുരിതങ്ങളും കാലമേറെയായിട്ടും തീരാത്ത
വ്യാധിയുമായി നിന്നവൾ ഒരു നാൾ യേശുവെ തൊട്ടേ അമ്പമ്പോ അവളുടെ രോഗം മാറി. കല്യാണ നാളിൽ കാനായിൽ വീഞ്ഞില്ലാതെ വിഷമത്തിലായി മനക്കേടായി നാട്ടിലും വീട്ടിലും മാതാവ് യേശുവിൻ അരികിലെത്തി. ദൈവപുത്രൻ അനുഗ്രഹിച്ചു. ക്ഷണനേരം കഴിഞ്ഞില്ല ഭരണിയിലെ ജലമെല്ലാം വീഞ്ഞായി മാറി മാളോരെ. നാട് ചുറ്റി നടന്നീശോ ദൈവസ്നേഹം പറഞ്ഞീശോ മുക്കുവരെ തന്റെ ശിഷ്യരാക്കി. അഞ്ചപ്പവും 2 മത്സ്യവും കൊണ്ടവൻ 5000 പേരെ തൃപ്തനാക്കി. ലാസറിൻ ഭവനത്തിൽ ഒരു നാളെത്തി. കാര്യമറിഞ്ഞപ്പോൾ ദുഃഖിതരാ. മറിയത്തിൻ സോദരൻ ലാസർ രോഗിയായി മരണമടഞ്ഞിരുന്നു. യേശുവെ കണ്ടപ്പോൾ മാർത്തയും മറിയവും അലറിക്കരഞ്ഞു, പരിതപിച്ചു. യേശുവെ നീ വരാൻ വൈകിയതെന്റെ സോദരൻ ഞങ്ങളെ വിട്ടുപോയി. കല്ലറയിൽ 3 ദിനം മുമ്പ് സംസ്കരിച്ചു ഞങ്ങൾ സോദരനെ. കാര്യമറിഞ്ഞുടൻ ദൈവത്തിൻ പുത്രൻ കല്ലറ തന്നിലായി പോയിടുന്നു. അത്ഭുതം കാണുവാൻ ആ ജനമെല്ലാം യേശുവിൻ പിന്നാലെ പോയിടുന്നു. കൈകൾ വിരിച്ചങ്ങ് പ്രാർത്ഥിച്ചവൻ ചൊല്ലി, ലാസറെ എഴുന്നേൽക്കൂ, പുറത്തു വരൂ. കല്ലറ പിളർന്ന് മൃതനാം ലാസർ ഉയർത്തെഴുന്നേറ്റു പുറത്തു വന്നു. അത്ഭുത ചിത്തരായി മാറിയ ജനമെല്ലാം യേശുവെ വാഴ്ത്തി പുകഴ്ത്തിയിടുന്നു. കാരുണ്യമാനവൻ ദൈവപുത്രൻ, മാനവരക്ഷകൻ ദൈവപുത്രൻ, പാപികൾ നമ്മളെ രക്ഷിപ്പാനായെന്ന് കുരിശിൽ മരിച്ചവൻ ദൈവപുത്രൻ. മാനവർ നാമെല്ലാം ഒന്നല്ലേ, ഏകദൈവത്തിൻ്റെ തനയരല്ലേ. പ്രവാചകരെല്ലാം ചൊല്ലിയതെന്നും യേശുവേ നീ എന്ന രക്ഷയല്ലേ. ഹായ്, വൈവിധ്യമാർന്ന കലാപരിപാടികൾ, വെറൈറ്റി എന്റർടൈൻമെന്റ്സ് കാലക്കി. നിങ്ങളുടെ അഭിപ്രായം എന്താ? എഴുതൂ. ഒപ്പം രചനകളും സൃഷ്ടികളും അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. കൃപയുടെ നാളുകളാകട്ടെ നിങ്ങൾക്ക്. ആഹ്ലാദത്തിന്റെ വർഷം ചൊരിയട്ടെ. ബൈ.